വീണ്ടും ധനസുമോദിലേക്ക് പോവാണ്. ധനസുമോദ്, കെ.സി. വേണുഗോപാൽ ഇനിയും ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തു വന്നിട്ടില്ലേ? കൂടിക്കാഴ്ച കഴിഞ്ഞിട്ട് കെ.സി. വേണുഗോപാൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വാഹനം അല്പം മുമ്പാണ് അകത്തേക്ക് വിളിപ്പിച്ചത്. പക്ഷേ അദ്ദേഹം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ തന്നെയാണ് കെ.സി. വേണുഗോപാൽ തങ്ങുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നിരീക്ഷകർ 3 പേരും ഇപ്പോഴും ഡൽഹിയിൽ തന്നെയാണ് തങ്ങുന്നത്. അവർ 10:30 പുറപ്പെടാമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. അങ്ങനെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അവർ 10:30 പുറപ്പെടും. 1:30 കഴിയുമ്പോൾ 1:45 കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അവരുടെ യാത്രയും ഇപ്പോൾ അനന്തമായി നീളുകയാണ്. കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയും സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ ഒരു അന്തിമ തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും ഈ നിരീക്ഷകരോട് പോകുന്നത്. കാര്യം നിരീക്ഷകരും ഈ ഘടകകക്ഷികളുടെ അവസ്ഥയിൽ തന്നെയാണ്. നിരീക്ഷകർക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ട് എന്താണ് ഹൈക്കമാൻഡിൻ്റെ അന്തിമമായ തീരുമാനം എന്നുള്ളൊരു കാര്യം നിരീക്ഷകരോട് പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയോട് പറഞ്ഞിട്ടില്ല. ദീപാദാസ് മുൻഷി വർഷങ്ങളായി കേരളത്തിൽ അവിടെ പല സ്ഥലങ്ങളിലായി തിരുവനന്തപുരത്തും കോഴിക്കോടും കൊച്ചിയിലും ഉൾപ്പെടെ വീട് വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. അവരെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയാറുണ്ട്, അവർ ഇതിനകം തന്നെ മലയാളം കേട്ടാൽ മനസ്സിലാവുന്ന തരത്തിൽ പോലും പഠിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെ കേരളവുമായി അത്ര ബന്ധം സ്ഥാപിക്കുകയും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലെല്ലാം കൃത്യമായ സ്ക്രീനിങ് കമ്മിറ്റിയിൽ അഭിപ്രായം പറയുകയും ചെയ്ത ദീപാദാസ് മുൻഷിക്ക് ഇപ്പോഴും ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത്, കേരളത്തിൻ്റെ നേതാവ്, അതായത് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ് ആരാണെന്നുള്ള കാര്യം അവരോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ രഹസ്യം കാത്തു സൂക്ഷിക്കുന്നവരെ മല്ലികാർജ്ജുന ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ഇപ്പോൾ കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൂടി മാത്രമാണ്. ഇനി 2 നേതാക്കന്മാരോട് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് സംസാരിക്കേണ്ടതുണ്ട്. രമേശ് ചെന്നിത്തലയോടും വി.ഡി. സതീശനോടും. ഈ 2 നേതാക്കന്മാരെയും നമ്മളിപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അവർക്ക് ഇതുവരെ രാഹുൽ ഗാന്ധിയുടെ ഫോൺ വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇരുവരും രാഹുൽ ഗാന്ധിയുടെ കോളിന് വേണ്ടിയാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. ഒരു അന്തിമമായ തീരുമാനം ആർക്കും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത് അധികം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു മണിയോടെങ്കിലും ഈ നിരീക്ഷക സംഘം ഇവിടുന്ന് പുറപ്പെടണം എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ 4 മണിയോടുകൂടി അവർ കേരളത്തിൽ എത്തിച്ചേരും, തിരുവനന്തപുരം എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും ഇതിന് യോഗം നടക്കുന്നത്. കാര്യം പല നിയുക്ത MLA-മാർക്കും അവർക്ക് കൃത്യമായി പല ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്താനുള്ള ഒരു സമയം ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ 1-2 MLA-മാരെ കിട്ടുമ്പോൾ അവർക്ക് ബെർത്ത് പോലും ലഭിച്ചിരുന്നില്ല. തിരുവനന്തപുരത്തേക്ക് എത്താൻ അവർ ട്രെയിനിലാണ് ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൂടിയൊക്കെ കണക്കിലെടുത്ത് തന്നെയാണ് യോഗം വൈകിക്കുന്നത്. ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ 1:30 പുറപ്പെടുമെന്നാണ് നമുക്കുള്ള ലാസ്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തീരുമാനം എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കാമോ ധനസുമോദ? എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? അതൊരു തീരുമാനം കൺവിൻസ് ചെയ്യാനുള്ള പ്രയാസമാണോ? ശരിക്കും എന്താണ് സംഭവിക്കുന്നത് അവിടെ? തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷേ അത് കൺവിൻസ് ചെയ്ത് അതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആൻഡ് ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇത് രണ്ടുമാണ് ഇനിയിപ്പോൾ നടത്താനുള്ളത്. അതിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകം തന്നെ മറ്റുള്ളവരോട് ഇക്കാര്യങ്ങൾ അറിയിക്കാനും കേരളത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ള പ്രശ്നങ്ങളൊന്നും പിന്നീട് ഉണ്ടാവില്ല. പക്ഷേ ഇത് നീണ്ടു നിൽക്കുകയാണ്. വീണ്ടും ചർച്ച മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള ഒരു ചർച്ച തന്നെയായിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ അദ്ദേഹത്തെ ഒരു കൺവിൻസ് ചെയ്യാനുള്ള ഒരു സമയം കൂടി വേണം. കാരണം ഈ കെ.സി. വേണുഗോപാലിനെ ഈ ചർച്ചയിലേക്ക് വലിച്ചിഴക്കുകയും അദ്ദേഹം അപമാനിതനാകുകയും കേരളത്തിൽ ഇപ്പോൾ ഒരു വില്ലൻ പരിവേഷമായി കെ.സി. വേണുഗോപാലിനെ മാറ്റുകയും ചെയ്തത് ഇത്തരത്തിലുള്ള ചർച്ച തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കൺവിൻസ് ചെയ്യാനുള്ള ഒരു സമയം വേണം. അതായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതായി നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ നേരത്തെ സംസാരിച്ചത്, കഴിഞ്ഞ 7 വർഷം രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ നിഴൽ പോലെ തുടർന്ന വ്യക്തിത്വമാണ്. തെരഞ്ഞെടുപ്പ് വിജയത്തിലും പരാജയത്തിലും എപ്പോഴും കൂടെ നിന്നിട്ടുള്ള ആളാണ്. മാത്രമല്ല കോൺഗ്രസിൻ്റെ ഒരു പ്രതാപകാലത്തല്ല സംഘടനാ ജനറൽ സെക്രട്ടറി ആയത്. കോൺഗ്രസിന് അധികാരം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്താണ്. അതിനുശേഷം ഭാരത് ജോഡോ യാത്രയിൽ കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ നടക്കുകയും രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഉണ്ടാകുകയും ചെയ്ത ആളാണ്. മാത്രമല്ല കിഴക്ക് ഭാഗത്തു നിന്നും മണിപ്പൂരിൽ നിന്നും ഗുജറാത്തിലേക്കും മുംബൈയിലേക്കും യാത്ര ചെയ്തൊരു ആളാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് പരിഹസിച്ചിരുന്ന കാലത്ത് നിന്ന് ഇന്നത്തെ കാണുന്ന രാഹുൽ ഗാന്ധി
രീതിയിലേക്ക് അത് 100 സീറ്റോളം നേടുന്ന ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ വിശ്രമമില്ലാത്ത ഉറക്കമില്ലാത്തൊരു പ്രവർത്തനം തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. താൻ ഇങ്ങനെ ഒരു അപമാനിതനായി പടിയിറങ്ങേണ്ട അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അപമാനിതനായി പടിയിറങ്ങാൻ കഴിയില്ല എന്ന കെ.സി. വേണുഗോപാലിന്റെ നിലപാട് കേൾക്കേണ്ടി വരും രാഹുൽ ഗാന്ധിക്ക്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ എങ്ങനെയായിരിക്കും കെ.സിയെ പരിഗണിക്കേണ്ടി വരിക? ഇപ്പൊ കെ.സി. വേണുഗോപാൽ ഈ റേസിൽ ഈ 10 ദിവസവും മുൻപിലുണ്ടായിരുന്നു. 10 ദിവസം അല്ല, കഴിഞ്ഞ ഒരു 10-40 ദിവസമായി അദ്ദേഹത്തിന്റെ പേരും അദ്ദേഹത്തിന്റെ സാധ്യതകളെയും കുറിച്ചുള്ള ചർച്ചകൾ അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹം വലിയ തോതിൽ MLA-മാരെ അദ്ദേഹത്തിന്റെ കരവലയത്തിൽ കൊണ്ടുവന്നു. അവരെല്ലാവരും കൂടി MLA-മാരെല്ലാവരും കൂടി അപ്രതീക്ഷിതമായി MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് തീരുമാനത്തിന് മേലെ കൂടി ഒരു MP തന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായാൽ മതിയെന്ന് ഹൈക്കമാൻഡിനോട് MLA-മാർ അറിയിക്കുന്ന നിലയുണ്ടായി. ഇത്രയെല്ലാം അദ്ദേഹം സ്വരുക്കൂട്ടി വന്ന ശേഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്ന പേരിൽ മാറ്റി നിർത്തേണ്ടി വന്നാൽ അത് ഉണ്ടാക്കുന്ന അപമാനം ഇന്ത്യയിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ തനിക്ക് തൻ്റെ ആഗ്രഹം പോലെ ഒരു സംഗതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വന്നാൽ ഉണ്ടാകുന്ന അപമാനത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിനൊരു പരിഹാരമില്ല. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം, കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഒരു തീരുമാനമുണ്ട്. പക്ഷേ ആ തീരുമാനത്തിന് ഇപ്പോഴും അത് ലാൻഡ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം ലാൻഡ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോഴും റൺവേയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന പ്രശ്നമാണ്. ആ ഗ്രൗണ്ട് ക്ലിയറൻസിന് വേണ്ടി ശ്രമിക്കുന്നു. ആ തീരുമാനം, ഹൈക്കമാൻഡ് തീരുമാനം കേരളത്തിൻ്റെ നെറുകയിലൂടെ ഇപ്പോൾ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിപ്പോഴും നിലത്തിറങ്ങാനുള്ള സിഗ്നൽ കിട്ടിയിട്ടില്ല. ഇറങ്ങണമെങ്കിൽ എല്ലാം ക്ലിയറൻസ് വേണം, എല്ലാവരും ഓക്കെ ആവണം, എല്ലാവരും കൺവിൻസ്ഡ് ആവണം. ഇതിലതില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ആ കൺവിൻസ്ഡ് ആവാത്തതിൻ്റെ പ്രശ്നത്തെ അനുഭവിക്കുകയാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം എന്നാണ് യാഥാർത്ഥ്യം.